ഇന്ന് നമ്മൾ കൊടുക്കാൻ പോകുന്ന അവാർഡ് ഞാൻ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു വളരെ കുറച്ച് പേർക്ക് ഇന്ത്യയിൽ റൂബി ബട്ടൺ, അതായത് ആ റെഡ് യൂട്യൂബ് ആ ഒരു ബട്ടൺ കിട്ടിയിട്ടുള്ളൂ. സിൽവർ പ്ലേ ബട്ടണും ഗോൾഡൻ പ്ലേ ബട്ടണും ഡയമണ്ട് പ്ലേ ബട്ടൺ വരെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതിന്റെ മുകളിൽ ഒരു സാധനം ഉണ്ടെന്ന് തന്നെ അറിഞ്ഞത് ഈ ഒരു ഫാമിലി കാരണമാണ്. Ladies and gentlemen, the most popular family and the award goes to KL Bro, Biju and family. ഒരു വീട്ടിലെ കോമഡിയും സ്നേഹവും വഴക്കും കളിചിരികളുമെല്ലാം മൊബൈൽ ക്യാമറയുടെ ചെറിയ സ്ക്രീനിലാക്കിയപ്പോൾ പിറന്നത് ഇന്ത്യയുടെ ഡിജിറ്റൽ ലോകത്തെ റൂബി ക്രിയേറ്റർ പ്ലേ ബട്ടന്റെ തിളക്കമുള്ള വലിയ ചരിത്രം. കേരളത്തിലെ മൊത്തം ജനസംഖ്യയുടെ ഇരട്ടിയിലധികം സബ്സ്ക്രൈബേഴ്സ്, വ്യൂവേഴ്സിന്റെ എണ്ണത്തിൽ ഫസ്റ്റും സെക്കൻഡും തേർഡും ഫോർത്തുമൊക്കെ ഈ ഒരൊറ്റ ചാനലിന് തന്നെയെന്ന അത്യപൂർവത. കേരളത്തിൽ ആദ്യമായി യൂട്യൂബിൽ 5 കോടി സബ്സ്ക്രൈബേഴ്സ് എന്ന അപൂർവ നേട്ടം സ്വന്തമാക്കിയ ഫാമിലി വ്ളോഗർ. ഈ ലോകത്തെ സിമ്പിൾ ലൈഫിനെ വെർച്വൽ വേൾഡിലെ പോപ്പുലർ ട്രെൻഡിംഗ് ആക്കിയ വ്ളോഗിംഗ് സ്റ്റാർസ്. വിശേഷണങ്ങൾക്കും വിശദീകരണങ്ങൾക്കും അപ്പുറമാണ് കണ്ണൂരിലെ ഈ സാധാരണ കുടുംബം. തുടക്കത്തിൽ പ്രചോദനവും പ്രോത്സാഹനവും തന്ന് കൂടെ നിന്ന കൂട്ടുകാരന്റെ കാറിന്റെ പേര് ചാനലിന്റെ പേരാക്കി മാറ്റിയ ദ വൺ ആൻഡ് ഓൺലി KL Bro. Best Family Vlogger Popular 2025, Biju Ritwik. The most popular family 2025. Destination capture 25,000 rupees. Congratulations. എന്താണോ ജീവിതം അത് അതുപോലെ നമ്മളിലേക്ക് കാണിച്ചു തന്ന് അത്രയും റോ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ജനങ്ങൾ നൽകുന്ന അംഗീകാരമാണ്. എത്രയായിപ്പോ 6 കോടി കഴിഞ്ഞല്ലോ. 8 കോടിയാണ് സബ്സ്ക്രൈബേഴ്സ്. 8 കോടി അല്ലേ? ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് കൂടി കാണും അറിയാം. പക്ഷെ എന്നാലും രാവിലെ നോക്കിയപ്പോ 8 കോടിയായിരുന്നു. സന്തോഷവും, വളരെയധികം സന്തോഷവും. അമൃത TV നമ്മൾ ചാനൽ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായി, ഫസ്റ്റ് വീഡിയോ ഇട്ടപ്പോ തന്നെ നമുക്കൊരു ഇന്റർവ്യൂ എല്ലാം തന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്തു. ഇപ്പൊ എന്താ ഇവിടെ 80 മില്യണോളം എത്തുന്ന സമയത്ത് നമ്മളെ വിളിച്ച് അവാർഡ് തന്നു. ഭയങ്കര സന്തോഷം. നമ്മൾ പറഞ്ഞാണ്, അതായത് ഇത്രയും ഫേമസ് ആയിട്ടുള്ള മനുഷ്യനെ കല്യാണം കഴിക്കാനായിട്ട് കർണാടകയിൽ നിന്നാണല്ലോ ആള് വന്നത് അല്ലേ? അല്ല, കഴിച്ചതിന് ശേഷം ഫേമസ് ആയത്. എല്ലാവർക്കും നമസ്കാര. ഒരുപാട് സന്തോഷമുണ്ട്. ഇത്ര വലിയ സ്റ്റേജിൽ നിൽക്കാൻ പറ്റിയ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. എന്നാ പറയണ്ടേ, എല്ലാവരുടെ സപ്പോർട്ടാണ് നമ്മളെ ഇവിടെ നിർത്താൻ കാരണം. പിന്നെ അമൃത TVയോട് ഒരുപാട് നന്ദി, താങ്ക്സ്. ശരത്തേട്ട അറിയാവോ, വൈറലായിട്ടുള്ള ഒരു കന്നഡ പാട്ടുണ്ട്. ആ കന്നഡ പാട്ട് പാടണ്ടേ? അത് പാടാതെ പോകാൻ പറ്റും അല്ലേ? കേരള കർണാടക ബന്ധം തന്നെ ഊട്ടി ഉറപ്പിച്ചത് ആ പാട്ടാണെന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോ തീർച്ചയായും അല്ല, എനിക്ക് പാടാൻ രണ്ടുപേരും ഇതാ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് ശരത്തേന്റെ മുമ്പിൽ ഒരു പാടാൻ കിട്ടുന്ന അവസരമല്ലേ? ശരത്തേന്റെ മുമ്പിൽ ഞാനൊന്നും ഒന്നുമല്ല. ഞാൻ പോട്ടെ, പോലെ പോലെ ഇല്ല പ്ലീസ്. ഞാൻ ഇനി എന്നാ പറയണേ, പാട്ടെന്ന് പറയാൻ കഴിയില്ല, എന്നാലും ഞാൻ ഒരു 2 വരി പാടാം. ധൈര്യമായിട്ട് പാടി. ಬೊಂಬೆ ಹೇಳುತ್ತೈತೆ ಮತ್ತೆ ಹೇಳುತ್ತೈತೆ ನೀನೇ ರಾಜಕುಮಾರ, ಹೊಸ ಕನಸೊಂದು ಹೊಸಿಲಿಗೆ ಬಂದು ಬೆಳಗಿದ ಮನೆಯ ಮನಗಳ ಹಿಂದು ಆರಾಧಿಸು ರಾಜರತ್ನನ್ನು ಆಡಿಸಿಯೇ ನೋಡು, ಬೀಳಿಸಿಯೇ ನೋಡು, ಎಂದು ಸೋಲದು, ಸೋತು ತಲೆಯ ಬಾಗದು. ಬೊಂಬೆ ಹೇಳುತ್ತೈತೆ ಮತ್ತೆ ಹೇಳುತ್ತೈತೆ ನೀನೇ ರಾಜಕುಮಾರ. ആ രാജകുമാരാന്ന് പറഞ്ഞത് മാത്രം പുള്ളി ഏറ്റെടുത്തിട്ടുണ്ട്, ബാക്കിയൊന്നും. പക്ഷെ നിങ്ങൾ അവിടുത്തെ ഒരു രാജകുമാരനെ കാണണ്ടേ? ഇദ്ദേഹം കഴിക്കുന്നത് കണ്ട് മാത്രം ഭക്ഷണം കഴിക്കുന്ന എത്ര കുട്ടികളുണ്ടെന്നറിയോ കേരളത്തില്? ഇതാണ് റോൾ മോഡല്. കുട്ടികളെ കഴിക്കാനായിട്ട്
എന്താണ് സംഭവിക്കാറ്? നിങ്ങൾക്ക് ഒരുപാട് മെസ്സേജുകൾ വന്നിട്ടില്ലേ ഇതില്? അതിന്റെ അടിയിൽ കമന്റ് കാണാറുണ്ടല്ലോ അതുണ്ടായിരുന്നു. അല്ലേ? അതൊന്ന് പറയൂ, ആ കുട്ടിയുടെ കാര്യം ഒന്ന് പറയൂ. ഞങ്ങള് എന്തെങ്കിലും ഒരു മെസ്സേജ് ഉൾപ്പെടുത്തിയിട്ടാണ് വീഡിയോ ചെയ്യല്. ഇവനായിരുന്നു അവനായിരുന്ന സമയത്ത് വീഡിയോ ചെയ്തോണ്ടിരുന്നത്. അതെ. ഇപ്പൊ ഇവന് കുറച്ച് പണി കുറഞ്ഞു, ഇപ്പൊ അവനാണ് പണി. അവന്റെ കുഞ്ഞു കുഞ്ഞു സംഭവങ്ങൾ നമ്മൾ എടുത്തു നോക്കും, പിന്നെ അത് കഥയിൽ ഉൾപ്പെടുത്തും. അവന് ബുദ്ധിമുട്ടൊന്നുമില്ല, അത് നമ്മൾ ജസ്റ്റ് എടുത്തു വെച്ച് പിന്നെ കഥയാക്കിയിട്ട് എന്റെ ആഡ് ചെയ്യും. അപ്പൊ അങ്ങനെ കുറെ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്ന പറയുമ്പോ സന്തോഷം. നമ്മൾ ഈ ഒരു അവാർഡ് നമ്മളെ അമ്മി ഫാമിലി ഒന്നും ഇപ്പൊ നമ്മൾ കൂടിയില്ല, എല്ലാവർക്കും അതുപോലെ തന്നെ നമ്മളെ ഇവിടെ വരെ എത്തിച്ച നമ്മളെ പ്രേക്ഷകർക്ക്, നമ്മളെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയില്ല, നമ്മളെ ഫാമിലി അംഗങ്ങളാണ്. സോഷ്യൽ മീഡിയ, ഡിജിറ്റൽ മീഡിയയിലെ എല്ലാ നമ്മളെ ഫാമിലി അംഗങ്ങൾക്കും നമ്മൾ ഈ ഒരു അവാർഡ് സമർപ്പിക്കുമെന്ന്. അവരാണ് നമ്മളിവിടെ എത്തിച്ചത്, അവർക്ക് നമ്മളിത് കൊടുക്കുമെന്ന്. തീർച്ചയായും. താങ്ക് യു. നന്മയുടെ ദീപം തെളിയട്ടെ, മേന്മയുടെ പാതയിൽ ഉയരട്ടെ, ഹൃദയത്തിൽ പ്രതീക്ഷ പാടട്ടെ.